ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 52 വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും. ശ്ലോകം 7. വർഷാവധൗ നവപുരാതനവത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാന്മകുടാംഗദാദി ഭൂഷാംശ്ചതുർഭുജയുജഃ സജലാംബുദാഭാൻ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. വർഷാവധൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാം ഗദാദിഭൂഷാൻ ചതുർഭുജ യുജ സജലാംബുദാഭാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വർഷാവധൗ വർഷാവസാനത്തിൽ, നവപുരാതന വത്സപാലാൻ പുതിയതും പഴയതുമായ പശുക്കുട്ടികളെയും ഗോപപാലന്മാരെയും ദൃഷ്ട്വ കണ്ടിട്ട്, വിവേകമസൃണേ വിവേകം മറഞ്ഞ, ദ്രുഹിണേ ബ്രഹ്മാവ്, വിമൂഢേ അമ്പരന്നു പോയപ്പോൾ, പ്രതിനവാൻ പുതിയ പശുക്കുട്ടികളെയും ഗോപന്മാരെയും, മകുടാം ഗദാദി ഭൂഷാൻ കിരീടം തോൾവള തുടങ്ങിയ ആഭരണങ്ങൾ ഉള്ളവരും, ചതുർഭുജയുജ 4 കൈകളോടു കൂടിയവരും, സജലാംബുദാഭാൻ ജലം നിറഞ്ഞ മേഘങ്ങളുടെ വർണ്ണത്തോടു കൂടിയവരുമായി പ്രാദീദൃശ കാണിച്ചു കൊടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. വർഷാവധൗ, ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നവപുരാതന വത്സപാലാൻ, സ ത് സ എന്ന് ചേർത്തിട്ട് സ. ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ, ഠ് എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രാദീദൃശ അവിടെ വിസർഗം. പ്രതിനവാൻ മകുടാം ഗദാദിഭൂഷാംശ്ചതുർഭുജയുജഃ സജലാംബുദാഭാൻ. ഭൂഷാം എന്നുള്ളതിൻ്റെ പൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭൂഷാൻ ചതുർഭുജ അത് ചേർത്തിട്ടാണ് ഭൂഷാംശ്ചതുർഭുജ ശ്ച എന്ന് വരുന്നത്. ഭുജ എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭൂഷാം അതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. യുജ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ യുജ സജലാംബുദാഭാൻ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൂ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വർഷാവധൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാം ഗദാദി ഭൂഷാംശ്ചതുർഭുജയുജഃ സജലാംബുദാഭാൻ. അടുത്തത് 8ാമത്തെ ശ്ലോകം. പ്രത്യേകമേവ കമലാ പരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശഃ സനകാദിയോഗിവ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. പ്രത്യേകമേവ കമല പരിലാളിതാംഗാൻ ഭോഗീന്ദ്ര ഭോഗ ശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിത ദൃശ സനകാദി യോഗിവ്യാസേവിതാൻ കമലഭൂർ ഭവതോ ദദർശ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രത്യേകമേവ ഓരോരുത്തരെയും വേറെ വേറെ, കമല പരിലാളിതാംഗാൻ ലക്ഷ്മി ദേവിയാൽ പരിലാളിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവരും, ഭോഗീന്ദ്ര ഭോഗ ശയനാൻ അനന്തൻ്റെ ശരീരത്തിൽ ശയിക്കുന്നവരും,
നയനാഭിരാമാൻ കണ്ണുകൾക്ക് മനോഹരന്മാരും, ലീലാനിമീലിത ദൃശം മനോഹരമായി കണ്ണടയ്ക്കുന്നവരും, സനകാദി യോഗി വ്യാസേവിതാൻ സനകാദികളായ യോഗികളാൽ സേവിക്കപ്പെടുന്നവരുമായ കമലഭൂ ബ്രഹ്മാവ് ഭവത അങ്ങുതന്നെയായിട്ട് ദദർശ കണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ. ഭോഗീന്ദ്ര എന്നുള്ളതിൻ്റെ ഭോന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭോഗശയനാൻ എന്നുള്ളതിൻ്റെ ഭോന്നും നന്നായിട്ട് ഊന്നി പറയണം. നയനാഭിരാമാൻ എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ലീലാനിമീലിത ദൃശ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സനകാദി യോഗി വ്യാസേവിതാൻ അവിടെ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ലീലാനിമീലിത ദൃശ സനകാദി യോഗി വ്യാസേവിതാൻ കമലഭൂർ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവതോ എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയണം. ദദർശ. ദദർശ എന്നുള്ളതിൻ്റെ രണ്ട് ദ എന്നുണ്ട്. രണ്ടും ദ എന്ന് ദേയലത്തെ ദ എന്നാണ്. മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശസ്സനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.